തിരുവനന്തപുരത്തേക്കാണ്. കഴക്കൂട്ടത്ത് വൻ തീപിടുത്തം. മേനംകുളം വ്യവസായ വകുപ്പിന്റെ കീഴിലെ കാട് പിടിച്ചുകിടക്കുന്ന പ്രദേശത്താണ് അഗ്നിബാധയുണ്ടായത്. തീ പടർന്നിട്ട് അരമണിക്കൂറിൽ അധികം പിന്നിടുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം? ഇപ്പോൾ എത്രത്തോളം ദൂരത്തിൽ ഈ തീ വ്യാപിച്ചിട്ടുണ്ട്? തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കഴക്കൂട്ടം മേനംകുളത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയിൽ കാടിലാണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗതാഗതം തടഞ്ഞിട്ടുണ്ട്. അതിൽ കാട് കത്തിത്തുടങ്ങിയിട്ട് അരമണിക്കൂറിലധികമായി എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം, അത് കഴക്കൂട്ടത്തു നിന്നും അതുപോലെ തന്നെ ചാക്കയിൽ നിന്നും അടക്കം ഫയർഫോഴ്സ് സംഘം ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തരത്തിൽ പുക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു ചുറ്റുമതിലടക്കമുള്ള ഒരു കാട് പ്രദേശമാണ്. അവിടെയാണ് തീ കത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഭൂമിയാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അരമണിക്കൂറിലധികമായി തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. അതെന്താണ് കാരണം, തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഈ ഒരു സ്ഥലത്തിനോടനുബന്ധിച്ച് തന്നെ വനിതാ ബറ്റാലിയന്റെ ഓഫീസും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ അപകട സാഹചര്യം ഇല്ലാതെ താമസമില്ലാത്ത ഒരു വനപ്രദേശമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഗതാഗതമടക്കം പ്രദേശത്തെ നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് എത്തി തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് വൻ തീപിടുത്തമുണ്ടായത്. മേനംകുളം വ്യവസായ വകുപ്പിന്റെ കീഴിലെ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശത്താണ് അഗ്നിബാധയുണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തീ പടർന്ന് അരമണിക്കൂർ അധികമായിട്ടും ഇതുവരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് സംഘം ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മേഘന മുരളി നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.